ഈ കംബോഡിയ എന്താ വിചാരിച്ച് നമ്മളൊക്കെ ഉണ്ണാക്കന്മാരാണെന്നോ? ഇന്ത്യൻസ് കംബോഡിയ ഒരു ഒറ്റ ഒരുത്തരം വന്നു വരുത് കേട്ടോ. കംബോഡിയ ഒന്നും ഇന്ത്യൻ്റെ പകുതി ഉണ്ടോ കംബോഡിയ എന്നിട്ടാണ് ഓൻ്റെ ഒരു നാണക്കേടല്ലേ നമുക്ക്. വെൽക്കം ടു ദ ലാസ്റ്റ് വീഡിയോ ഓഫ് കംബോഡിയ. എല്ലാവരും എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് ചിരിക്കില്ല. ഇവിടെ ഉള്ള ഒരു ചങ്ങായിക്ക് മുടി വെട്ടാൻ കൊടുത്താണ്. ഇവിടെയും വെട്ടി താടി ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ മുള്ളു കുറച്ച് മുടിയൊക്കെ എന്തൊക്കെ ആക്കി. അതുപോലെ എൻ്റെ പോലെ കാണാൻ വന്നല്ലോ നിങ്ങൾ. അപ്പം ഇന്ന് ഞാൻ അടുത്ത രാജ്യത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ്. എനിക്കിൻ്റെ കൊണ്ടാണ് ചീരി അത് നിങ്ങളെ അവസ്ഥയിലും. അപ്പം ഇന്ന് ഞാൻ അടുത്ത രാജ്യത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അതായത് കംബോഡിയയിലെ ക്യാപിറ്റൽ സിറ്റിയായ ഫോനം പെന്ന് നേരെ മലേഷ്യയിലോട്ട്, അവിടുന്ന് മലേഷ്യയിൽ നിന്ന് നേരെ ഇന്തോനേഷ്യയിലോട്ട്. അപ്പം ഏകദേശം ഒരു ദിവസം ഫുള്ളെടുക്കും കേട്ടോ. 1.5 ദിവസം എടുക്കും ഞാൻ അവിടെ എത്തണമെങ്കിൽ. അപ്പം ഭയങ്കര വലിയൊരു ജേണിയാണ്. അപ്പം കംബോഡിയനോട് ബൈ ബൈ ടാറ്റ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ യാത്ര ആരംഭിക്കാം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്കി ജെറ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ്. അപ്പം നമുക്കതിൽ ഈസി ആയിട്ട് ബെറ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ 2 സൈഡിൽ ഒരു 5 ഓട്സിന് 10 ഓട്സിൻ്റെ ബെറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റാർട്ടായി. ഗൈസ്, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ റൺ ആവുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ 5 ഓട്സ് വിൻ ചെയ്തിട്ടുണ്ട്. 5 ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 റുപ്പീസാണ് ഏൺ ചെയ്തത്. ഗെയിം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും 10 ഓട്സ് കൂടി പ്ലേ ആയി. അപ്പോൾ നമ്മൾ ടോട്ടൽ 10,000 റുപ്പീസാണ് ഇപ്പോൾ ഏൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്യാഷ് നമ്മൾ ഏൺ ചെയ്ത ക്യാഷ് നമ്മൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി പോവാണ്. വിഡ്രോയിൽ വളരെ സിമ്പിളാണ്. നമുക്ക് നേരെ UPI ID കൊടുത്തിട്ട് UPIയിലോ ട്രാൻസ്ഫർ ചെയ്യുക. ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം ഉണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഗെയിം ഉള്ളത് 1win എന്ന് പറഞ്ഞ സൈറ്റിലാണ് നമ്മുടെ ഈ ലക്കി ജെറ്റ് ഗെയിം ഉള്ളത്. അപ്പോൾ അതിൽ ഈസി ആയിട്ട് നമുക്ക് വിഡ്രോവലും കമ്മീഷൻ ഫ്രീ വിഡ്രോവലാണ്. രജിസ്ട്രേഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഒരുപാട് പേര് കളിച്ചിട്ട് ട്രസ്റ്റഡ് ആയ ആപ്പാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഒരു പ്രൊമോ കോഡും ഉണ്ടാവും. ആ ലിങ്കിൽ കയറിയിട്ട് പ്രൊമോ കോഡ് അടിച്ച് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നേരം 50,000 രൂപ വരെ 1win ആപ്പ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഡെപ്പോസിറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. നേരത്തെ ഏണിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഏൺ ചെയ്തത് നേരത്തെ വിഡ്രോയിൽ ഇട്ടത് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാക്കണം, നമ്മൾ നേരത്തെ ഏൺ ചെയ്ത പൈസ നമ്മളെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരും സേഫായിട്ട് ഗെയിം കളിക്കുക. സമയം രാവിലെ 9:05 ആയിട്ടുള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് ഉച്ചയ്ക്ക് 1:40-നാണ്. അതായത് കംബോഡിയയിലെ ഫോനം പെന്നിൽ നിന്ന് ഏകദേശം ഈ ടൗണിൽ നിന്ന്, ഈ ഫോനം പെന്ന് എന്ന ടൗണിൽ നിന്ന് ഏകദേശം 10-12 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ എയർപോർട്ട് വരുന്നത്, ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. അപ്പോൾ അവിടുന്ന് 1:40-നുള്ളത് എയർ ഏഷ്യ വിമാനത്തിലാണ് ഞാൻ ആദ്യം മലേഷ്യയിലോട്ട് പോണത്. അപ്പം ഞാൻ മലേഷ്യ ഏകദേശം ഇന്ന് വൈകിട്ട് 4-4:30 ആകും അവിടെ എത്തും. അതിനുശേഷം 14 മണിക്കൂർ ഞാൻ മലേഷ്യൻ എയർപോർട്ടിൽ ഓവർനൈറ്റ് സ്റ്റേ. അവിടെ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് കിടക്കണം. ഞാൻ കുറച്ച് പടക്കട അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ നാളെ രാവിലെ 6:05-ന് കോലാലംപൂരിൽ നിന്ന് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലോട്ട് അടുത്ത എയർ ഏഷ്യ ഫ്ലൈറ്റിൽ ഞാൻ അവിടെ എത്തും. അപ്പം ഒരു രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ ഇന്തോനേഷ്യയിലെത്തും നാളെ. അപ്പം ഒരു ദിവസം 24 hours ഏകദേശം എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എയർപോർട്ടിലെത്തി. ഇതാണ് എയർപോർട്ട് കേട്ടോ. ഒരു കുഞ്ഞി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എയർപോർട്ട്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹമ്മറൊക്കെ ഇവിടെയൊക്കെ 1 വണ്ടികളാണല്ലോ ഉള്ളത്. ഹമ്മറൊക്കെ അതാ വരുന്നത്. അപ്പം ഇനി നോക്കണം എവിടുന്നാണ് ഡിപ്പാച്ചർ തുടങ്ങുന്നതെന്നൊക്കെ നോക്കണം. പക്ഷെ അപ്പോൾ അതിനായിട്ട് മുന്നേ കംബോഡിയയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംബോഡിയ ഒരു സ്കാം കൺട്രിയാണ് എൻ്റെ ഒരു അറിവിൽ കേട്ടോ. ഫോറിനേഴ്സിനെ പറ്റിക്കുന്നുണ്ട് നല്ലോണം. അതുപോലെ എക്സ്പെൻസീവ് കൺട്രിയാണ്. ഫോർ എ ഇന്ത്യൻ, കംബോഡിയ ഇസ് എക്സ്പെൻസീവ് കൺട്രി. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിൽ ഒരു കുപ്പി പെപ്സിക്ക് എത്രയാണ്? മറ്റേ ചെറിയ ബോട്ടിലിന് 20 രൂപയുള്ളൂ. ഇവിടെ അതിന് ഒരു വാങ്ങണ ഏകദേശം 55 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഡിഫറൻസ് മനസ്സിലായോ? പിന്നെ പേസ്റ്റ് 140-200 ഉറുപ്പിയാണ് ഒരു ചെറിയൊരു പേസ്റ്റിന്. അപ്പം
നമുക്ക് വളരെ എക്സ്പെൻസീവാണ്. നമുക്ക് ഇവിടെ ഉള്ള ഒറ്റ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 53 ഉറുപ്പിക കിട്ടും. നമ്മളത് കേട്ടിട്ട് ഓടിപ്പടിച്ച് വരും. പക്ഷേ നമുക്കെല്ലാം നഷ്ടമാണ് ഇവിടെ കേട്ടോ. പിന്നെ ഫോറിനറാണെന്ന് കാണുമ്പോൾ ഇവർ വേറെ തന്നെ പൈസ വാങ്ങുന്നുണ്ട്, ലോക്കൽസ് നല്ലോണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അതുപോലെ ഇവിടുത്തെ എയർപോർട്ടിൽ ഇന്ത്യൻസിന് ഉണ്ടാകുന്ന അനുഭവം, അതായത് $1000 കയ്യിൽ വെക്കണം, ഇല്ലേ ഇങ്ങോട്ട് കയറ്റി വിടൂല എന്നുള്ളതൊക്കെ മോശപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ നടക്കേണ്ട, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യൻ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ എംബസി ഇവരെ വിളിച്ച് വരുത്തിയിട്ട് നല്ല പറയണം. ഒരു ഇന്ത്യൻ പിന്നെ പാസ്പോർട്ട് കാണുമ്പോൾ ഇതിന് പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ട. ഒരു ഫോറിന് വേറെ വെസ്റ്റേണേഴ്സിനോടൊന്നും ഇവർ ചോദിക്കുന്നില്ല. ഇത് ഇന്ത്യക്കാരനോട് ചോദിക്കുക പൈസ ഉണ്ടോ, എന്നാൽ മാത്രം വന്നാൽ മതി നമ്മളെ രാജ്യത്തോട്ട്. അക്കൗണ്ടിൽ നമ്മൾ പൈസ കാണിച്ചു കൊടുക്കുക. വളരെ എന്താണ് നമ്മളൊരു കുറഞ്ഞ രീതിയിൽ കാണുന്നത്. ഇന്നിപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പം എന്തൊക്കെയാണ് ഇവർ കാണിക്കാൻ പോണേ നോക്കട്ടെ. പിന്നെ ഒരു RT-PCR ഗൈസ്, ലോകത്ത് എവിടെയും ഒരു RT-PCR ഇത്ര വിലയുള്ളത് ഞാൻ കേട്ടിട്ടില്ല. $130, ഏകദേശം 10,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് RT-PCR എടുത്തത്. ഇപ്പോൾ മനസ്സിലായോ? ഇന്തോനേഷ്യ കംബോഡിയ ചീപ്പാണോ എക്സ്പെൻസീവാണ്? നമ്മളെ നാട്ടിൽ എത്ര $3-4 $100-300 ഉറുപ്പ്യ ഉള്ളൂ RT-PCR, വേറെ ഒന്ന് 500 ഉറുപ്പ്യ. ഇവിടെ നോക്കി 10,000 ഉറുപ്പ്യ. എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും അത്ര ഇല്ല, 9,500 ആയിക്കുള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റ്. 2 ഫ്ലൈറ്റ് കയറി പോയിട്ടുള്ളൂ. അപ്പം ഇവിടെ വളരെ എക്സ്പെൻസീവാണ്. അപ്പം ഇനി ഉള്ളിൽ കയറണം. ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ എത്തിക്കുന്നു. അപ്പം ഡിപ്പാർച്ചർ ഇൻ്റർനാഷണൽ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വേണം ഞാൻ പോവാൻ. നേരെ ഉള്ളിൽ കയറി. അപ്പം ഇതാണ് കേട്ടോ എൻ്റേത്. ഇവിടെ AK അല്ലല്ലോ, ഇവിടെ പോയി കയറി. AK 539 1:40 പോകാനുള്ളതാണ്. അപ്പം ചെക്ക് ഇൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം ഞാനിവിടെ പോസ്റ്റ് വെച്ചിരിക്കണം. ഇതാണ് നമ്മളെ എയർപോർട്ടിൻ്റെ ഉൾവശം. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവ്. ഇവിടുന്ന് അധികം വിമാനങ്ങളൊന്നും പോകണില്ല തോന്നുന്നു. ഇവിടുത്തെ മെയിൻ ഏകദേശം എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഏക എയർപോർട്ടാണ് കേട്ടോ. പിന്നെ സിയാം റിപ്പിലും ഉണ്ട് ഒരു എയർപോർട്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ എയർപോർട്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ടൈം കളയണം. അപ്പോൾ ഒരു സീറ്റ് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ എനിക്ക് ചെക്ക് ഇൻ ലഗേജ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതിൽ തന്നെ എൻ്റെ കൂടെ തന്നെ എല്ലാ ലഗേജും കൊണ്ടുവരണം. 7 കിലോ എനിക്കുള്ളത്. ഞാൻ നല്ല ദേഷ്യത്തിലാട്ടോ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഈ കംബോഡിയ എന്താ വിചാരിച്ച് നമ്മളൊക്കെ ഉണ്ണാക്കന്മാരാണെന്നോ ഇന്ത്യൻസ്? ഇവരെ എന്നെ വിടൂലാന്ന്. നിങ്ങൾ കാരണം കേൾക്കണം. നിങ്ങൾ എൻ്റെ പാസ്പോർട്ട് കണ്ടപ്പോഴേ ഇവർ ചൊറിയാൻ തുടങ്ങിയതാണ്. പാസ്പോർട്ട് കണ്ടപ്പോഴേ ഇതിങ്ങനെ കുത്തിക്കളി, കുറേ നേരമായിട്ട് കുത്തിക്കളിക്കണേ. ഇപ്പോൾ കാരണമൊന്നുമില്ല. ഇവർ പിന്നെ ഇന്തോനേഷ്യൻ ഗവൺമെൻറ് ചോദിച്ച PCR ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താ വേണ്ടത്, $130 കൊടുത്ത് PCR ടെസ്റ്റ് ഞാൻ വാങ്ങി വെച്ചിരിക്കണേ. പിന്നെ വിസ ഓൺ അറൈവലാണ്. പിന്നെ വേറെ എന്താണ്, വാക്സിനേഷൻ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും ഉണ്ട്. എന്നിട്ട് ഇവർ കുറേ നേരം കളിച്ച് 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞാൽ ഇത് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇൻഷുറൻസ് എടുത്തത് അതൊരു ചോദിച്ചില്ല. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുത്തു. അതായത് ഏഷ്യൻ കൺട്രിയിലൊക്കെ ഇറങ്ങാനുള്ള ഇൻഷുറൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളിൽ പൈസ ഉണ്ടോ? ഞാൻ ചോദിച്ചു എന്തിനാണ് പൈസ എന്തിനാണ് ചോദിച്ചു. ഞാൻ ചോദിച്ചു കൈക്കൂലി വയ്ക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങളിൽ പൈസ ഉണ്ടോ അങ്ങോട്ടൊക്കെ പോകാൻ? എനിക്കുണ്ടല്ലോ, സിംഗപ്പൂർ വെച്ചിട്ടില്ല, വിയറ്റ്നാം വെച്ചിട്ടില്ല. എന്നോട് പറഞ്ഞ് മിനിമം $500 കയ്യിൽ വേണം, എന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളൊരു പൈസ ഇല്ലാതെ കയറ്റി നമുക്കെല്ലാം ഇതെന്നൊക്കെ. ഇവൻ്റെ വേറെ ഒരു പാസഞ്ചറോട് ഒരു രൂപ എന്തെങ്കിലും ഒരു ചോദിക്കാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ എന്താ വിചാരിച്ച് നമ്മൾ ഇന്ത്യക്കാരൊക്കെ മാറ്റം കോപ്പിലെ കംബോഡി ഒരു ഒറ്റ കാര്യത്തിനും വന്നു വരുത് കേട്ടോ. കംബോഡിയൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ ഇതൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. എനിക്കിട്ട് ദേഷ്യം പിടിക്കുക. ഇന്ത്യൻ എംബസിയൊക്കെ എന്ത് ചെയ്യാണ്? വിളിച്ച് കംബോഡിയൻ എംബസിനെ വിളിച്ച് ഡൽഹിയിലോട്ട് വിളിച്ചിട്ട് 4 പറയും. നാണം കെടുത്തു പോയി നമ്മളൊക്കെ എടുത്തിട്ട്. നമ്മളെ പുറകിലുള്ള ആൾക്കാരൊക്കെ ചീറ്റിക്കുന്നിട്ട് നമ്മളോട് പൈസ കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ എടുത്തിങ്ങനെ പൈസ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കായിട്ടേക്ക്. ഇന്ത്യൻ്റെ പകുതി ഉണ്ടോ കംബോഡിയ എന്നിട്ടാണ് ഓൻ്റെ. അല്ല ഇന്തോനേഷ്യയിൽ എത്തിയിട്ട് ഓര് ചോദിക്കുകയാണ്. പിന്നീട് ഇതുണ്ട്, ഇവരാരെ ചോദിക്കാൻ നമ്മളോട് നിങ്ങളിൽ പൈസ ഉണ്ടോ പോകാനെന്നൊക്കെ. 25 മിനിറ്റാണ് ഞാൻ അവിടെ നിന്ന് ചെക്കിൻ്റെ. 25 മിനിറ്റ്.
എനിക്കിടയില്ല പൈസ ഉണ്ടോ ചോദിച്ചപ്പോട്ടോ സാറെന്നൊന്നല്ലിട്ട് വിളിച്ചേ ഡു യു ഹാവ് മണി ഇൻ വിത്ത് യു എന്ന് ചോദിച്ചു ടു ഗോ ദർ. എന്നിട്ട് ഞാൻ ചോദിച്ചു എത്ര എനിക്ക് കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 500 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 200 ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ടിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. മാതിരി ഇത്രയും വേസ്റ്റ് എക്സ്പീരിയൻസ് ഇന്ത്യക്കാർക്ക് ഉണ്ടാവണം ഇവിടെ അടിക്കുന്നത് അല്ല. ഇന്ത്യൻ്റെ പകുതി ഉണ്ട് വരുന്നിട്ടാണ് ഈ ഡയലോഗ് അടിച്ചു കൊടുക്കണേ. ഇവരൊക്കെ അമ്പലങ്ങൾ നമ്മളാണ് റിനോവേറ്റ് ചെയ്ത് കൊടുക്കണേ. പക്ഷെ ഇതൊന്നും ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക്. അഹങ്കാരം. എല്ലാവരോടും ചോദിക്കുകയാണ് കുഴപ്പമില്ല, നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് കാണും. അല്ല ഞാൻ ഓനെ കാണിക്കൊണ്ടൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ എൻ്റെ 2 ഫോൺ എടുത്ത് മലക്കണ്ട് വെച്ച്, ഇത് പിന്നെ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് മുന്നിൽ കണ്ട് വെച്ച്. അപ്പോൾ മനസ്സിലായി ഞാൻ പൈസ ഉണ്ട് പോയി. പൈസയും കാണിച്ചെടുത്തപ്പോൾ അവന് മനസ്സിലായി. അതുവരെ അവൻ നാണക്കേടല്ലേ നമുക്ക്. പിന്നെ അതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേറൊരു എമിഗ്രേഷൻ്റെ ഒരു ചെക്കിങ് കൂടി, എന്നിട്ട് ഓള് നോക്കുകയാണ് എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവനെ വിടണോ എന്നുള്ള രീതിയിൽ അവിടെ ഒരു കളിയാക്കി ചിരിക്കുന്ന പോലെയൊക്കെ സംസാരം. അതിനുശേഷം നമ്മൾ ചെക്കിനുണ്ടല്ലോ, നമ്മളെ സെക്യൂരിറ്റി ചെക്ക്, നമ്മളെ പിന്നെ മേലൊക്കെ എടുത്ത് ഇതൊക്കെ ഊരി വെക്കുന്നത് പോകാൻ വരെ എൻ്റെ പാസ്പോർട്ട് തുറന്നു നോക്കി. എങ്ങോട്ടാണ് പോണേ? ഇതുവരെ വേറൊരു ഓനൊക്കെ എന്തിൻ്റെ ആവശ്യമാണ് തുറന്നുകൊണ്ട് ആവശ്യം? ഇത് സങ്കടവും ദേഷ്യവും ഒരുമിച്ചൊന്നും ഉണ്ടാ. ഇന്ത്യൻ എംബസീൻ്റെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മുന്നിൽ എന്താ അധികാരമുള്ളതെന്ന് ചോദിക്കണം, നമ്മളോട് ചോദിക്കാൻ. ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പറയാം. എൻ്റെ എല്ലാ മൂഡും പോയി, ഞാൻ മൂടൊക്കെ റെഡി ആവട്ടെ. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞ് ബോർഡിങ് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. അവിടെ താഴെ എയർലൈൻസ് കാണാൻ വേണ്ടി പറ്റും, അങ്ങനെ കുറച്ച് എയർലൈൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് ഉണ്ടായൊരു എക്സ്പീരിയൻസ് കേട്ടോ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ വളരെ ചടച്ച് നമ്മൾ ആൾക്കാരെ കൊച്ചാക്കുന്ന രീതിയിലുള്ളൊരു ഇത് നമ്മളൊരു രാജ്യത്തെയാണ് അവരില്ലാണ്ടായി കൊച്ചാക്കികൾ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ വേറെ തന്നെ നമ്മളെ സീറ്റ് കാര്യങ്ങൾ എയർ ഏഷ്യേൻ്റെ ഒരു പ്ലെയിനാണ്. അപ്പോൾ ഫുഡിൻ്റെ കേസൊന്നും കൊടുത്തിട്ടില്ല, ഉണ്ടാവുമായിരിക്കും. കാരണം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ആരുമില്ല. സീറ്റൊക്കെ അത്യാവശ്യം കൊള്ളാം, ഇരിക്കാൻ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഫോണേക്ക് വല്ലതുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ. എൻ്റെ മൂടെല്ലാം പോയി ചെയ്യാറുള്ളത്. കംബോഡിയനോട് ടാറ്റ ബൈ ബൈ പറയാണ്. ഇതാണ് സിറ്റി, കംബോഡിയൻ സിറ്റി മൊത്തം കാണാം. ഞാൻ വെറുത്തു പോയ രാജ്യം ഈ ഒരൊറ്റ ഒരു ഇതുകൊണ്ട്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. മേഘം എന്തൊരു ഫാസ്റ്റിലാണ് പോണത്. ചെറിയൊരു സിറ്റി കേട്ടോ, വലിയ സിറ്റി ഒന്നുമല്ല. ഫ്ലാറ്റൊക്കെ കാണാം, കുറേ ഫ്ലാറ്റ് സംശയങ്ങളും അതും ഇതൊക്കെ. പിന്നെന്താ ഒരു വിമാനത്തിന് എന്തൊരു കളി, ഹൈറ്റിലങ്ങോട്ട് പൊങ്ങാത്ത. ഗായ്സ് ഈ കാഴ്ച എന്നിട്ട് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. എമ്മാര് അടിപൊളി മേഘം നോക്കി സ്ഫോടന നടന്നവരുണ്ട്. ഇത്ര ഹൈറ്റിലേക്ക് മേഘം വരും. എൻ്റെ മോനെ നമ്മൾ വൻ ഹൈറ്റിലാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. മേഘത്തിൻ്റെ മേലെ കൂടെ മേഘം തട്ടാതെ ഞാൻ കണ്ണോണ്ട് കാണുന്നതിന് അത്ര ഭംഗി ഇങ്ങനെ കിട്ടൂല. വൻ ഹൈറ്റാട്ടോ പട്ടക്കം പൊട്ടിയോല്. ഗൈസ് നമ്മളങ്ങനെ മലേഷ്യ എത്തിയിരിക്കുകയാണ്. മലേഷ്യയുടെ മുകളിലൂടെയാണ് ഞാൻ പറന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഞാൻ മലേഷ്യയിൽ കാലുകുത്താൻ വേണ്ടി പോകുന്നത്.
ചെറിയ ചെറിയ കുഞ്ഞു കപ്പലുകൾ. ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും വലിയ വലിയ കപ്പലുകളാണ്. ശരിക്കും അവർ എത്ര ദൂരത്തറിയാൻ നടക്കിയിട്ടില്ലെങ്കിൽ അമ്മോ ബെട്ട സാധനങ്ങളാണ് കേട്ടോ. മലേഷ്യൻ ടൗണ് കൗലാലംപൂർ ടൗണാട്ടത് കാണുന്നത്. നമ്മളെങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഇപ്പം ഇറങ്ങാനായിരിക്കും. ഓൾമോസ്റ്റ് ഒന്നും കഴിച്ചിട്ടുമില്ല, വിശന്നിട്ടാണ് ഒരു രക്ഷി. അങ്ങനെ ഗൈസ് ഇവിടെ കയറി. ഇവിടെ ഒന്നും മനസ്സിലാവുന്നിട്ടല്ലോ, ഒരു സംഗതി മനസ്സിലാവുന്നില്ല ഈ മലേഷ്യൻ്റെ. ഞാനിത് പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം. എന്നോട് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നോളെ. എന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. എന്നിട്ട് പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നോ. ഞാനിവിടെ ഒരു ഫുഡിൻ്റെ ഷോപ്പ് കണ്ടിരുന്നു, പക്ഷെ അത് എവിടെയാണെന്ന് നോക്കിയിട്ട് ഇത്ര നേരമായിട്ട് കാണുന്നില്ല. ഞാനത് തപ്പല വിശന്നിട്ടാണെങ്കിലേ കയ്യും ഒരു രക്ഷയില്ല. ഞാൻ തപ്പി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയിരിക്കും തിന്നാൻ. ഇങ്ങനെ തപ്പട്ടെ. പിന്നെ വലിയ കടകളൊക്കെ ഉണ്ട്. ലിറ്റിൽ ഇന്ത്യ, പരം ലിറ്റിൽ മലേഷ്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് ഫുഡ് കിട്ടി. അപ്പം വൻ ഫുഡാണ് കേട്ടോ. നിങ്ങളൊക്കെ ചിരി വരും. അതായത് $10 കൊടുത്തിട്ട് മേടിച്ച് കഴിക്കുന്ന ഫുഡാണ്. അതായത് സൂപ്പ് വിത്ത് തായ്വാൻ ബീഫ്. ഇതാണ് തായ്വാൻ ബീഫ്. നൂഡിൽസ് വെന്തിട്ടേ ഇല്ല, എന്തൊക്കെ പച്ചക്കറി, പിന്നെ കൂടെ ഒരു സ്പ്രൈറ്റും മേടിച്ച്, പിന്നെ റുപ്പി വെള്ളവും മേടിച്ച്. ഇവിടെ വേറെ ഒന്നുമില്ല. ഇത് എൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഇന്ത്യയിലാകെ കൂടി ഉള്ളത് $20. അത് അവർക്ക് വേണ്ട, അത് വലിയ നോട്ടാണ്. എന്താ ചെയ്യുക. ഇവിടെ എത്തിയപ്പോൾ ഒരു മലേഷ്യൻ മണി തന്നെ വേണം. അങ്ങനെ കഷ്ടപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഞാൻ കുറേ ഒച്ചയൊക്കെ ഉണ്ടാക്കി അവിടെ. എൻ്റെ മൂടൊന്നും ശരിയില്ല കേട്ടോ. ബാക്കിയൊക്കെ ഇതാണ് എൻ്റെ ഇന്തോനേഷ്യൻ ഫ്രണ്ട്. ഞാൻ മീറ്റ് ചെയ്ത് തരാം. ഇന്തോനേഷ്യൻ ഫ്രണ്ട്. രാത്രി ഇവിടെ ഇപ്പം 9 മണിയായി. കേരളത്തിലൊരു 6 ആയിട്ടുള്ളൂ. വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പോസ്റ്റ് ഇനി രാത്രി മൊത്തം. അപ്പം ഇതാണ് ഞങ്ങളിവിടെ ഒരു ബാത്റൂം പോകുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്തോടെ ATM എന്നൊക്കെ എഴുതിയിട്ടില്ല. പക്ഷേ നമുക്കിവിടെ ചാർജിലും കുത്തിയിടാം. ഞാനൊരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ KGF കണ്ട്. പിന്നെ എനിക്ക് KGF 1 ആട്ടോ ഇഷ്ടമായി. പിന്നെ വേറൊരു പടം ഷൈജൂറുപ്പിൻ്റെ വേറൊരു പടവും കണ്ട്. അങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി ഫുഡൊന്നുമില്ല. രാവിലെ വരെ ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോൾ ഇന്തോനേഷ്യയിൽ പോയിട്ട് അവിടെ ഒന്നും പൈസ ചോദിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. 2 ബാഗ് കൂടെ വെച്ചിരിക്കുന്നു. ലിഫ്റ്റ് ഇതാവുന്നു. പിന്നെ ഇതാണ് നമ്മളെ ഇന്തോനേഷ്യൻ ഫ്രണ്ട്. ഹായ്. ഞാൻ പുള്ളിക്കാരൻ അപ്പുറത്തും ഇപ്പുറത്തും സെറ്റാക്കിന്. ഇതാ ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കുറേ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ടല്ലോ. ഇവിടെ എല്ലാം നല്ല സെറ്റപ്പ് കേട്ടോ. ചാർജർ എത്ര നോക്കി. 1 2 3 4 5 ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇതിന് ATM എന്ന് എഴുതിയേ, അതെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഗൈസ് ഇനി രാവിലെ 6:55 ഫ്ലൈറ്റ്. അപ്പോൾ ഏകദേശം ഒരു ബോർഡിങ് തുടങ്ങിയ 6:55 ആകുമ്പം 6 മണിക്കായിരിക്കും ബോർഡിങ് തുടങ്ങുക. അതുവരെ ഇവിടെ കിടന്നുറങ്ങാം. ഒരു 5 മണിക്ക് എണീച്ച് പോവുക. അതുവരെ ഇവിടെ എണീക്കുക. പിന്നെ ഇവിടെ തന്നെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ബോർഡിങ് എപ്പോഴാണ് തുടങ്ങുക. അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങാം. ഞാനൊരു തീരുമാനിച്ചു അവിടെ കിടന്നുറങ്ങുക. ഗൈസ് ബാത്റൂമൊക്കെ കിട്ടില്ലൻ ബാത്റൂം. നോക്കി, അതിൽ നിങ്ങൾക്ക് യൂറോപ്യൻ വേണമെങ്കിൽ യൂറോപ്യൻ, വെസ്റ്റേൺ വേണമെങ്കിൽ വെസ്റ്റേൺ, എല്ലാം ഇവിടെ ഉണ്ട്. അല്ല വെസ്റ്റേൺ സാധാ ടൈപ്പ് വേണേൽ അതുകൊണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ ആണുങ്ങൾ. പിന്നെ ഇത് നിസ്കാര റൂമാണ്. നിസ്കാര റൂം ഒന്നും എടുക്കാനുള്ള സെറ്റപ്പ് ഇവിടെ. നിസ്കാര റൂം ഞാൻ ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൽ ഇത്ര അടിപൊളി നിസ്കാര റൂമൊക്കെ കാണുന്നത്. ഇത് ആണുങ്ങൾക്കുള്ളത്, പിന്നെ ഇത് പെണ്ണുങ്ങൾക്കുള്ളത്, ഇത് കുട്ടികളെ ഇതാക്കാനുള്ള അത് സെറ്റപ്പ് ഉണ്ട്. ബമ്പർ രസം കേട്ടോ. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്.
നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. ഇവിടെ ആൾക്കാർക്ക് എത്ര വേണേൽ ഇരിക്കാം. ഞാൻ ആദ്യം സീറ്റില്ല എന്ന് പറഞ്ഞില്ല, ഇപ്പോൾ സീറ്റ് കൂടി സീറ്റാണ്, എവിടെ വേണമെങ്കിലും ഇരിക്കാം. ശരിക്കും ഇത് വലുതായിരുന്നു കേട്ടോ, അത്രയ്ക്ക് വലുപ്പമുണ്ട്. ഓക്കെ, അടുത്ത ബോർഡിങ് കഴിഞ്ഞ് ജക്കാർത്തയിലുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി നേരെ ഫ്ലൈറ്റിലോട്ട് കയറിയാൽ മതി. രാവിലെ 6:55 ഇതാ കിടന്നൊക്കെ ഉറങ്ങി, പിന്നെ മുഖമൊക്കെ കഴുകി കുട്ടപ്പനായിട്ട് ഇറങ്ങിയതാ. ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ട് കാണിച്ചപ്പോഴാണ് തോന്നുന്നു കുറേ ചോദ്യങ്ങളും എങ്ങോട്ടാണെന്നും വേറെ ഐഡിയ കാണിക്കാനും കുറേ കാണിച്ച് ഞാൻ എന്നിട്ട് കയറ്റിവിട്ട് എത്തിയിരിക്കുകയാണ്. ഏറെ രാവിലെ 6 മണി കഴിഞ്ഞിട്ട് ഇവിടെ നേരം വെളുത്തിട്ടില്ല മലേഷ്യയിൽ. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും നേരമൊക്കെ വെളുക്കും കേട്ടോ, നല്ല വെളുത്ത്. എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല. എനിക്കെന്തോ ഭാഗ്യത്തിന് 2 സ്ഥലത്തു നിന്ന് സൈഡ് സീറ്റ് കിട്ടി. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. സീറ്റ് നമ്പർ 17 എയർ ഏഷ്യൻ്റെ വിമാനങ്ങൾ നിങ്ങൾക്കറിയാലോ, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. മലേഷ്യൻ കമ്പനീൻ്റെ തന്നെയാണ് എയർ ഏഷ്യ. അത്യാവശ്യം കൊള്ളാം. ഉറങ്ങിയിട്ടില്ല, കണ്ടില്ലേ, അതിൻ്റെ ഒരു ഇതുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ചെറിയൊരു പേടിയുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. മലേഷ്യയോട് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ പറയുകയാണ്. എന്തായാലും മലേഷ്യൻ മണ്ണിൽ ഒരു ദിവസം ഉറങ്ങിയില്ല. ഇല്ലല്ലോ ഗൈസ്, നമ്മളെങ്ങനെ ഇന്തോനേഷ്യയുടെ മണ്ണിലോട്ട് കാലുകുത്താൻ വേണ്ടി പോവാണ്. ജക്കാർത്ത സിറ്റി നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുമോ? കോപ്രോയിലാണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ള് ഷിപ്പുകളാണ്, എത്ര ഷിപ്പുകളാണ്. പോർട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. ഓ, ജക്കാർത്ത വമ്പം വലിപ്പട്ടോ. ജക്കാർത്ത തുടങ്ങിയിട്ടുള്ളൂ ഇവിടുന്ന്. ഈ വലത്തോട്ടൊക്കെ വലിയ വലിയ ബിൽഡിങ്ങും വലിയ വലിയ ഇതൊക്കെ അടിപൊളി. എന്തോരം വലിയ ബിൽഡിങ്ങുകളാണ്. നല്ല ടൗണ് മൊത്തം കണ്ടോണ്ട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അടിപൊളി അടിപൊളി. എന്തായാലും സംഭവം കലക്കി. ജക്കാർത്ത മണ്ണിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇറങ്ങി ഗൈസ്, ഇറങ്ങി ഇന്തോനേഷ്യ ഇറങ്ങി. പുറത്തിറങ്ങാൻ പറ്റിയാൽ മതിയാലും ഒരു കുഴപ്പമില്ലാതെ. ഞാൻ എന്നെ വരെ കാണാത്ത ഇവരിതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഈ എയർപ്ലെയിൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു നല്ല രസമുണ്ട്, അമ്പലം പോലെ ഉണ്ടല്ലോ ഓരോന്നുണ്ടാക്കി വെച്ച്. ഗൈസ്, ഇവിടെ കയറി വന്നപ്പം എനിക്ക് കിട്ടിയാണ് ഇത്. $35 അടിച്ചു. എൻ്റെ പുറകിൽ എന്തോ അടിച്ചിട്ടുണ്ട്. $500 നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാനൊന്നും കാണിച്ചിട്ടൊന്നുമില്ല, അവർ തന്നു. വിസ ഓൺ അറൈവലാണ് കേട്ടോ. ഇവിടുത്തെ ക്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, വിസ ഓൺ അറൈവലിൻ്റെ ക്യൂ. വെൽക്കം ടു ഇന്തോനേഷ്യ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി, ഇന്തോനേഷ്യൻ്റെ പുറത്തിറങ്ങി, ജക്കാർത്ത എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. കമ്പയർ ടു കംബോഡിയൻ ഇമിഗ്രേഷൻ എന്തോ ആയിക്കോട്ടെ, പൊളി. ഒരു കാര്യം എന്നോട് ചോദിച്ചില്ല എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു. നോർമലി ഒരു എമിഗ്രേഷനിൽ ചോദിക്കുന്ന പോലെ ചോദിച്ചു. അപ്പം എല്ലാ ആൾക്കാരും കൊടുക്കാൻ അത് റെസ്പെക്റ്റ് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചിരി കളിയായി എൻ്റെ ചാനലൊക്കെ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കി. പിടിക്കുന്ന എല്ലാവരും എന്നെ എന്താക്കും, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെൽക്കം ടു ജക്കാർത്ത. എന്നിട്ട് ഞാൻ എൻ്റെ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ശരിക്കും റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു. റിട്ടേൺ ടിക്കറ്റ് കാണിക്കണമല്ലോ. അപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ. എന്നോട് പറഞ്ഞു ഇതിനൊന്നും പോകാൻ പറ്റില്ല, ഇതിനൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ ഒരു മാസമൊക്കെ നിന്നിട്ട് ഞങ്ങളെ രാജ്യം മൊത്തം യൂട്യൂബിൽ കാണിച്ചിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. വൻ ചിരി കളിയായിരുന്നു.
അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടോ. എൻ്റെ ആ മൂഡ് ഓഫ് ഒക്കെ കണ്ട് പോയി ഇവിടെ എത്തിയപ്പം. ഇതാണ് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ, ജക്കാർത്ത എയർപോർട്ടിൻ്റെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളി. ഞാൻ മീറ്റ് ചെയ്തവരൊക്കെ വേറെ ലെവലായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഒരു കുഴപ്പങ്ങളോ കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം പിന്നെ പൈസ മാറ്റി, ഒരു $100 ഞാൻ മാറ്റി. പിന്നെ ഇന്ത്യൻ ഉറുപ്പ്യക്ക് ഇവിടെ 188 ഉറുപ്പ്യ കിട്ടുക. എനിക്കിപ്പോൾ ഒരു 1,037,000 എത്രയോ കിട്ടി $100 മാറ്റിയപ്പോൾ. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. എനിക്ക് വളരെ ഹാപ്പിയായി. പിന്നെ കംബോഡിയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. കംബോഡിയക്കാർക്ക് എന്തോ ആണ്, ഇന്ത്യക്കാരോട് എന്തോ ഒരു ദേഷ്യമാണ്, പുച്ഛം എന്തോ അല്ലേ, എന്താ അറിയുക. അപ്പം ഇവിടെയും പിന്നെ ഇവർ ആദ്യം പറയുന്നുണ്ട് കേട്ടോ, മിനിമം $500 ആയിട്ട് വേണം ഈ രാജ്യത്തോട്ട് വരുന്നത്. അത് ഇവർ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് കച്ചറ ഉണ്ടാക്കി അടി ഉണ്ടാക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് പറയുന്നൊരു മാന്യത ഉണ്ട്. നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ല. മറ്റേത് നീ ഇന്ത്യക്കാരനല്ല, ഇന്ത്യയിൽ പൈസ ഉണ്ടാവുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമല്ല. ഇത് നോർമൽ എല്ലാവരോടും ആസ് എ ഫോറിനറിനോട് വരെ അവർ ചോദിക്കുന്നുണ്ട്. എല്ലാ ഫോറിനേഴ്സിനോടും ചോദിക്കുന്നുണ്ട് പൈസ ഉണ്ടോ എന്ന്. ഒറ്റ ചോദിക്കുള്ളൂ. അത് വെറുപ്പിക്കൊന്നുമില്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് വിശ്വാസം, ഇതാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ വെറുപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ടാക്സി ഞാൻ നോക്കി, ഒടുക്കത്തെ പൈസയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താക്കണം, 3,500 രൂപ ടാക്സിക്ക് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്ന് ചിലപ്പം ബസ് കയറിപ്പോവും, ചിലപ്പം വേറെ എങ്ങനെ രീതിയിൽ പോവും. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വിസ പ്രൊസീജിയറിനൊക്കെ ആയിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നാളത്തെ വീഡിയോയിലേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ജക്കാർത്ത നാളെ മുതൽ വെൽക്കം ടു ഇന്തോനേഷ്യ ഗൈസ്. അപ്പോൾ ഒരു 1.5 വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും നാളെ മുതൽ. അപ്പം നാളെ കാണുന്നവരെ ബൈ ബൈ.